ഹായ് എവരിവൺ, ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലേക്ക് ചെറുതായി മുറിച്ച് കോളിഫ്ലവർ ചേർത്ത് തിളപ്പിച്ച് ഊറ്റി മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 നാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റവയും 2 ടേബിൾ സ്പൂണോളം തന്നെ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാൻ ബാറ്ററിലേക്ക് കളറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ സമയം അല്പം കാശ്മീരി ചില്ലി പൗഡറോ ടൊമാറ്റോ പേസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളപ്പിച്ച് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. അല്പം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ബാറ്റർ കോളിഫ്ലവറിൽ കോട്ടായിട്ടിരിക്കുകയുള്ളൂ. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ച ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാവൂ. പാനിലേക്ക് നോൺ ഫ്ലവേർഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് വേണം കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്, അടുത്ത ഭാഗം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റിനകം തന്നെ ഇത് നല്ല ഫ്രൈ ആയി വരും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും 5-6 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയോ കോൺഫ്ലവറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കോളിഫ്ലവർ ഫ്രൈക്ക് സോസിൻ്റെ പോലെ ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റിയും ക്രിസ്പിയുമാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.